ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ അടിപൊളിയായിട്ട് പോകുന്നു. അപ്പോൾ നമ്മുടെ വെയിറ്റ് ലോസ് ജേർണിയിൽ നമ്മൾ സ്റ്റാർട്ടിങ് 91.9 ആയിരുന്നു. അപ്പോൾ ഇന്നലെ തേഴ്സ്ഡേ നോക്കിയപ്പം അത് 90 കിലോയിൽ എത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും ദിവസം കൊണ്ട് ഒരു കിലോളം കുറഞ്ഞു അല്ലേ. എന്തായാലും ഞാൻ പറഞ്ഞു നമുക്ക് സ്ലോലി എല്ലാ കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ ഇന്നലെ ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് വന്നപ്പം ഉറങ്ങാൻ തന്നെ ലേറ്റായി. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഉറക്കം വരുന്നില്ല. കാരണം ഞങ്ങൾ എല്ലാവരും ഞെട്ടിപ്പിച്ചുകൊണ്ട് അത്രയും ഒരു വിമാന ദുരന്തമാണ് അഹമ്മദാബാദിൽ ഉണ്ടായിരുന്നത്. അതിനെപ്പറ്റി സംസാരിക്കാനൊന്നും ഞാൻ ആരുമല്ല. എന്നാലും ആ മോളുടെ കരച്ചിൽ അത് എൻ്റെ ചെവിയിൽ നിന്ന് മാറുന്നില്ല, എൻ്റെ കൺമുന്നിൽ നിന്ന് അത് മാറുന്നില്ല. നിസ്സഹായായ ഒരു അമ്മയും എന്താ പറയുക, 2 പിഞ്ചു കുഞ്ഞുങ്ങളും എല്ലാം താങ്ങും തണലുമായിട്ട് ആ അമ്മ ഓരോ പ്രതീക്ഷകളായിട്ടുമാണ് ഇത്രയും ദൂരത്ത് ജോലിക്ക് വേണ്ടി പോയതല്ലേ. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ഒന്നും ആരുമല്ല ആ സ്ത്രീ. എന്നാലും മനസ്സിനൊരു വിഷമം അല്ലേ. ഇത്രയും ആൾക്കാർ മരണപ്പെട്ടു. അതാ പറയുന്നത്, ലൈഫ് ഇസ് സോ അൺപ്രഡിക്റ്റബിൾ, എനിത്തിങ് ക്യാൻ ഹാപ്പൻ എനി ടൈം അല്ലേ. പക്ഷെ എന്നിട്ടും നമ്മുടെ മനുഷ്യന്മാരുടെ അഹങ്കാരത്തിനൊന്നും ഒരു കുറവില്ല. എന്ത് വന്നാലും അഹങ്കരിക്കുക എന്നുള്ള ഇത്, മറ്റുള്ളവരെ പറ്റിച്ചിട്ട് പോവുക എന്നുള്ളത് ഇത്. എന്തായാലും ദൈവം മുന്നിലെല്ലാം കാണുന്നുണ്ട് അല്ലേ. ദൈവത്തിന് ഓരോ പ്ലാൻസ് ഉണ്ടാവും. ഇപ്പോൾ ഞാൻ എങ്ങനെ മരിക്കണം എന്ന് ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ടാവും. അതുപോലെ സംഭവിക്കും. ഞാനിപ്പോൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ശരി, ഞാനായാലും എൻ്റെ വീട്ടുകാരായാലും എൻ്റെ ആരൊക്കെ ആയിക്കോട്ടെ, അതിപ്പം ഞാൻ എന്താ പറയുക ഓപ്പോസിറ്റുള്ള വ്യക്തികളായിക്കോട്ടെ, എല്ലാത്തിനും ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടല്ലേ. എന്നാലും പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പം ആർക്കായാലും നമ്മൾ എത്രയോ ഇന്ത്യക്കാർ നഷ്ടപ്പെട്ടു, എത്രയോ ബ്രിട്ടീഷ് പൗരന്മാർ നഷ്ടപ്പെട്ടു, എത്രയോ ആൾക്കാർ മരണപ്പെട്ടു. അപ്പം പെട്ടെന്ന് അതൊക്കെ കേൾക്കുമ്പോൾ ഞാനും ആകെ ഡൗൺ ആയിപ്പോയി. ഞാനും വരാൻ ഉദ്ദേശിക്കുന്ന ഫ്ലൈറ്റ് എയർ ഇന്ത്യയാണ്. എനിക്കും ഇപ്പം എന്താ പറയുക, നെഞ്ചിനുള്ളിൽ ഒരു ഇതാണ്, എനിക്കെന്തോ സംഭവിച്ചോട്ടെ. പക്ഷേ നമ്മുടെ കൂടെ ട്രാവൽ ചെയ്യുന്ന നമ്മുടെ മക്കൾക്കൊന്നും വരാതിരിക്കട്ടെ എന്നല്ലേ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കും. ഒന്നും വരത്തില്ല, ദൈവം എന്നെ അങ്ങനെ കൈവിടില്ല. എൻ്റെ സമയമാകുമ്പോഴും ദൈവം എന്നെ കൊണ്ടുപോകും. അത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ മക്കളൊക്കെ ഒന്ന് എന്താ പറയുക, അവരവരുടെ കാര്യം ചെയ്യാനുള്ള ഒരു പ്രാപ്തി അവർക്കാകുമ്പോഴും ദൈവം എന്നെ കൊണ്ടുപോകുള്ളൂ എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. എനിക്കറിയത്തില്ല, അറിയാൻ പറ്റാത്ത വാക്കുകളാവട്ടെ. എന്തായാലും പിന്നെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇന്ന് രാവിലെ ഞാൻ വെയിറ്റ് നോക്കിയിട്ടില്ല, കാരണം എഴുന്നേക്കാൻ തന്നെ 10 മണിയായി. പിന്നെ ചടപട ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു. എന്തായാലും ഈ ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ, ഞാൻ കുറേ കാലം കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു ഡ്രസ്സ് ഇടുന്നത്. ഞാൻ ഇട്ടിട്ടില്ല, പക്ഷെ ഇന്ന് ഇടുമ്പോഴത്തേക്ക് എനിക്ക് നല്ല സുഖം തോന്നി. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് ഇപ്പോഴത്തെ പ്രസന്റ് അവസ്ഥ. ഓക്കെ, എന്തായാലും ഗ്രാജുവലി നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് കേട്ടോ. അപ്പം എന്താ പറയുക, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നോക്കണ്ട കേട്ടോ. ഞാൻ എന്തായാലും പറഞ്ഞില്ലേ, ഇനി കുറച്ച് ദിവസമേ നാട്ടിലേക്കും കൂടെ വരാനുള്ളൂ. ആ സമയം കൊണ്ട് എനിക്ക് എല്ലാം മാനേജ് ചെയ്ത് ക്ലീനിങ് ഒക്കെ ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീക്ക് ഫുൾ ക്ലീനിങ് ആണ്. ഇപ്പം നാളെ സാറ്റർഡേ നമുക്ക് ക്ലാസ് ഉണ്ട്. അതിനെനിക്ക് ഒരു സന്തോഷ വാർത്തയും കൂടെ ഞാൻ പറഞ്ഞോട്ടെ, ഒരു മിനിറ്റ്. അപ്പോൾ ഞാൻ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ കുറേ നാളത്തെ മുന്നേയുള്ള നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു ഔട്ട്സൈഡ് ഇന്ത്യ പോകണം എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് നമ്മുടെ USA ഒരു വിസ അടിച്ച് കിട്ടി. അപ്പം വിസിറ്റ് വിസയാണ്. പുള്ളിക്ക് എന്തായാലും അവിടെ വർക്ക് ചെയ്യാൻ ഭയങ്കര താല്പര്യമുണ്ട്. എനിക്കെന്തായാലും ഇല്ല. എനിക്കൊന്നിക്കൽ ദുബായ്, ഖത്തർ, കേരളം അല്ല ആ ഒരു സ്ഥലത്ത് സെറ്റിൽ ചെയ്യാനാണ് ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഇത് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഫാമിലി സ്റ്റാറ്റസ് പെട്ടെന്ന് തന്നെ കിട്ടി. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ USA വിസ. അപ്പോൾ ഇത് 10 വർഷത്തേക്ക് അടിച്ച് കിട്ടിയതാണ്. ഇത് ഇനി 10 വർഷത്തിനുള്ളിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോയി വരാം. ഇനി അതിൻ്റെ ഉള്ള ഒരു സേവിങ്സും കാര്യങ്ങളൊക്കെ കരുതണം. എന്തായാലും ഇപ്പോഴേ ഇല്ല, കുറച്ച് കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി ആലോചിക്കാം. അപ്പോൾ ഇതാണ് വേറൊരു സന്തോഷ വാർത്ത പറയാനുള്ളത്. എന്താ പറയുക, പിന്നെ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും നമുക്ക് നമ്മുടെ വെയിറ്റ് ലോസ് ജേർണിയും ഒക്കെ നാളെ മുതൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. ആരും ഗീവ് അപ്പ് ചെയ്യരുത്. എനിക്ക് പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും പറ്റും. എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ് ഈ വെയിറ്റ് ലോസ്. നമുക്ക് വേണ്ടത് എന്താണ്? ഡെഡിക്കേഷൻ, കൺസിസ്റ്റൻസി, അതുപോലെ ഷുഗർ കട്ട്, ഇതൊക്കെയാണ്. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ കുറച്ച് റൈസ് അധികം കഴിച്ച് പോയതിൻ്റെ ഒരു കുറ്റബോധം എനിക്ക് നന്നായിട്ടുണ്ട്. കാരണം ഞാൻ രാവിലെ ഇന്ന് കഴിച്ചത് 2 ബോയിൽഡ് എഗ്സ് ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉച്ചയ്ക്ക് ലഞ്ച് കുറച്ച് ഹെവി ആക്കിയാൽ പിന്നെ എനിക്ക് നാളെ രാവിലെ, അതായത് എൻ്റെ ബ്രേക്ക് ടൈം നാളെ വരുന്നത് 10 o'clock സാറ്റർഡേ. അപ്പോൾ നാളെ സാറ്റർഡേ 10 o'clock വരെ ഞാൻ ഫാസ്റ്റിംഗ് ആണ്. ജസ്റ്റ് വെള്ളം കുടിക്കും എന്നല്ലാതെ വേറെ ഫുഡോ കാര്യങ്ങളൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. അപ്പം എനിക്ക് നന്നായിട്ടുള്ള ആ ഒരു എന്താ പറയുക, ഇഞ്ചലോസ് എൻ്റെ ബോഡിയിലുണ്ട്. നന്നായിട്ടുള്ള ഇഞ്ചലോസ് എൻ്റെ ബോഡിയിൽ എനിക്ക് കാണുന്നുണ്ട്. അത് നിങ്ങൾക്കും കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കമൻറ്റ് ചെയ്യുക കേട്ടോ, എൻ്റെ മാറ്റം എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. ബൈ. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേൽക്കാൻ നല്ല ലേറ്റായിട്ടോ. കാരണം ഇന്നലെ ഡാൻസൊക്കെ കഴിഞ്ഞ്
എത്താൻ തന്നെ ഒരു 10 മണിയൊക്കെ ആയി. അത് കഴിഞ്ഞ് മക്കളെയൊക്കെ കൂട്ടി ഷോപ്പിലൊക്കെ പോയി നിൽക്കുമ്പോഴേക്ക് രാവിലെ 10 മണിയായി. അപ്പോൾ എൻ്റെ ചായ കൂടി ഞാൻ ഇന്ന് 2 മുട്ടയാണ് കഴിച്ചത്, വീഡിയോ റെക്കോർഡായില്ല. അപ്പോൾ ഞാൻ ഈ ഒരു പെപ്സി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് 0 ഷുഗർ പെപ്സി ആട്ടോ. അപ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന മാം പറഞ്ഞിട്ടാണ് ഞാനിത് വാങ്ങിച്ചത്. ഇതിലൊരു ഷുഗറും ആഡ് ചെയ്തിട്ടില്ല, വേറെ എക്സ്ട്രാ ഫാറ്റോ പ്രോട്ടീൻസോ ഒന്നും തന്നെയില്ല. എല്ലാം തന്നെ 0 ഷുഗർ എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പം ഞാൻ എന്തായാലും കുടിച്ച് നോക്കി. നിങ്ങൾ ആരെങ്കിലും ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ലഞ്ച് ഇതാട്ടോ, ഒരുപാടൊന്നുമില്ല, ചെറിയ ചോറുണ്ട്, കഴിഞ്ഞു. അപ്പോൾ ഇതാണ് എൻ്റെ ചോറ്. ഇത്ര പോലെ ചോറ്, 2 സ്പൂൺ ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഫ്രൈഡേ ലഞ്ച് ചോറ്, ക്യാബേജ്, ചിക്കൻ കറി, സാലഡ്. കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വെയിറ്റ് ഇതാട്ടോ, 90.2. ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ രാത്രി ലേറ്റ് നൈറ്റ് ഫുഡും ആ ഒരു കോക്കും കൂടെ കുടിച്ചപ്പം ഷുഗറും കൂടി. അപ്പോൾ ലേറ്റ് നൈറ്റ് ഫുഡും നമ്മൾ തീരെ അൺഹെൽത്തി ആയിട്ട് കഴിക്കുമ്പം വെയിറ്റ് എന്തായാലും ഗ്രാജ്വലി കൂടും അല്ലേ. ഇത് നമുക്ക് നാളത്തെ വെയിറ്റിൽ കുറക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ.